നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് SSLC +2 എക്സാം എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് പുറപ്പെടുകയാണ്. പരീക്ഷയുടെ തലേ ദിവസം മുതൽ നമ്മൾ പരീക്ഷ കഴിയുന്നത് വരെ ചൊല്ലേണ്ടുന്ന ദിക്ർ, പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചൊല്ലേണ്ടുന്ന ദിക്ർ, പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, ഇടയ്ക്ക് വെച്ച് നമുക്ക് ചോദ്യം അതിൻ്റെ ഉത്തരം എഴുതാൻ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചത് മനസ്സിലേക്ക് വരാതിരിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, ആൻസർ പേപ്പർ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്ർ, രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി അവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജ്‌ലിസ് മുഴുവനായി കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളുടെ പരീക്ഷകളിലെ ഉന്നതമായ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ അർഹമായ ഖൈറായ വിജയം അല്ലാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 2024-25 അധ്യയന വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആനുവൽ എക്സാം എഴുതുകയാണ്. SSLC +2 വിദ്യാർത്ഥിനികൾ അവരുടെ ജീവിതത്തിൻ്റെ അതിനിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനെ നേരിടുകയാണ്. SSLC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. കാരണം അതിൻ്റെ മാർക്കാണ് എല്ലാവരും ചോദിക്കുക. SSLCയിൽ എത്ര A+ ഉണ്ട്, SSLCയിൽ എത്ര A കിട്ടിയിട്ടുണ്ട്, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചുറ്റുഭാഗമുള്ള നമ്മുടെ കുടുംബങ്ങൾ, നാട്ടുകാർ എല്ലാവരും അന്വേഷിക്കുകയും അറിയുകയും ചെയ്യും. എന്നാൽ മുകളിലോട്ട് നമ്മൾ കയറുന്തോറും നമ്മുടെ മാർക്കോ നമ്മുടെ ഗ്രേഡോ ഒന്നും തന്നെ ചോദിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായ 10 വർഷത്തോളം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിൽ പഠിച്ചു. അതിൻ്റെ ഒരു പബ്ലിക് എക്സാം, ഒരു പൊതു പരീക്ഷ SSLC എക്സാമിനെ നേരിടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി ആശംസിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിജയവും നൽകുമാറാകട്ടെ. ഏതൊരു വിഷയത്തിലും 2 വശങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഇത് ആലമുൽ അസ്ബാബാണ്. സബബ് നമ്മൾ ചെയ്തിട്ട് വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ. പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ വേണ്ടി, ഖൈറായ വിജയം ലഭിക്കാൻ വേണ്ടി, നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നുണ്ട്. അതിനുള്ള ആത്മീയ മാർഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് സബബ്. പഠിക്കുക എന്നുള്ളതാണ് സബബ്. പഠിക്കുക എന്നുള്ള സബബ് ചെയ്തതിൻ്റെ ശേഷം അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ കൂടെ പകുതി നമ്മൾ ചെയ്ത പകുതി റബ്ബിനോട് നമ്മൾ തേടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന മക്കൾ പലരും പല പരിഹാരങ്ങളും ചോദിക്കാറുണ്ട്. ഓർമ്മശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പരീക്ഷയുടെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്, നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ തുടങ്ങി പരീക്ഷയ്ക്ക് ഉത്തരം പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും പല വിധത്തിലുള്ള വിഷയങ്ങളാണ് ചോദിക്കാറുള്ളത്. പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണമാണ്, പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ക്ഷീണമാണ്, യാതൊരു തടസ്സവുമില്ലാതെ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഉന്നതമായ വിജയവും നമ്മുടെ അധ്വാനത്തിനനുസരിച്ച മാർക്കും നല്ല ഖൈറായ ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്ന ഏതാനും ചില വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷയുടെ തലേ ദിവസം മുതൽ പരീക്ഷ കഴിയുന്നത് വരെ ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥിനികൾ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷയിൽ വിജയിക്കാൻ ആവശ്യമായ ഇസ്മ് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ സൂറത്ത് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. സ്വലാത്ത് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ ഒരു ദിക്റും, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ദിക്റും ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. 4 വിഷയങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ വാട്സപ്പിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസത്തെ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന്
നമ്മൾ ചർച്ച ചെയ്യുന്നത് 7 വിഷയങ്ങളാണ്. നമ്മുടെ മക്കൾ പരീക്ഷാ ഹാളിലേക്ക് പോയി പരീക്ഷാ ഹാളിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ, ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു കൊടുക്കുമ്പോഴും ഇടയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും പഠിച്ചത് ഓർമ്മയിലേക്ക് വരാതിരിക്കുമ്പോഴൊക്കെ ഉപകരിക്കുന്ന ഇൻഷാ അല്ലാഹ് ഏതാനും ചില ദിക്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ദിക്ർ എന്നുള്ളത്, ഒന്നാമത്തെ വിഷയം എന്നുള്ളത്, ഇന്നു മുതൽ പരീക്ഷ കഴിയുന്നത് വരെ എല്ലാ നിസ്കാര ശേഷവും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഇൻശിറാഹ് അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. വിശദമായിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയുടെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തുണ്ട്. വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ ആയത്ത് 111 പ്രാവശ്യം ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് പരീക്ഷയുടെ തലേ ദിവസം. ഇന്നത്തെ പരീക്ഷ ഇന്ന് തുടങ്ങും, ഇനി മറ്റന്നാൾ പരീക്ഷയുണ്ടല്ലോ. അപ്പോൾ മറ്റന്നാൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു ആയത്ത് 111 പ്രാവശ്യം ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമതായി പ്രിയപ്പെട്ട മക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നല്ല നിർഭയത്വം ഉണ്ടാകും. നമ്മളൊന്നും ഭയക്കേണ്ട വിഷയമില്ല. പരീക്ഷയാണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും മറ്റു എന്താണെങ്കിലും നമുക്ക് നല്ല നിർഭയത്വത്തോടെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മാണ് യാ മുഅ്മിനു യാ അല്ലാഹ് എന്നുള്ളതാണ്. നിർഭയത്വം നൽകുന്നവനായ അല്ലാഹ് എന്നാണ് ഇതിന്റെ അർത്ഥം. യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന് 36 പ്രാവശ്യം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അതുപോലെ അസ്ഹാബുൽ കഹഫിന്റെ പേരിലും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പേരിലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു ഫാത്തിഹ ഓതി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. നാലാമതായി നമ്മൾ പരിചയപ്പെടുന്നത് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ പഠനത്തെ ബാധിക്കരുത്. പഠനത്തെ ബാധിക്കാത്ത വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കാരണം ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് 2ാം സ്ഥാനത്താണ്. ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് പഠനത്തിന് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയിട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വിജയം നൽകാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം നമുക്ക് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 5-ാമത്തെ വിഷയം, ചോദ്യപേപ്പർ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു വിഷയമാണ് ചോദ്യപേപ്പർ. അധ്യാപകർ നമുക്ക് തരുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുക, ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ മേടിക്കുക. അതോടൊപ്പം കുറച്ചുകൂടി അധികരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അതിങ്ങനെയാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഒന്നുകൂടി അധികരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുക എന്നുള്ളതാണ്. അത് വലിയ ബറക്കത്ത് നമുക്ക് നേടിത്തരുന്ന വിഷയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 6-ാമത്തെ വിഷയം എന്നുള്ളത് ഉത്തരം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചൊരു വിഷയമാണ്, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ടാവും. നമ്മളൊക്കെ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അങ്ങനെ അനുഭവിച്ചവരാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മയിലേക്ക് വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒന്നുകൂടി അധികരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാത്ത വിഷയങ്ങളൊക്കെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ
സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുക എന്നുള്ളതാണ്. അതുപോലെ ആൻസർ പേപ്പർ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആൻസർ പേപ്പർ നമ്മൾ മനോഹരമായി എഴുതിയിട്ട് ഭംഗിയായി റാഹത്തായി നമ്മൾ അധ്യാപകർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. അധികരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ്വാലിഹാത്ത് എന്ന് ചൊല്ലിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പഠനത്തെ ബാധിക്കാത്ത വിഷയങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കൾ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി ഉന്നതമായ വിജയത്തിന് വേണ്ടി ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദിക്ർ, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ദിക്ർ തന്നെയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകട്ടെ, ഖൈറായ വിജയം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവരെ വിജയിപ്പിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.